ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോഴേ ഓഫീസിലും സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ വറുത്തരച്ച സാമ്പാറാക്കാനൊരു മോഹം കേട്ടോ. അപ്പം ഇന്നലെ രാത്രി ഞാൻ വെജിറ്റബിളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സാമ്പാർ പരിപ്പും മുരിങ്ങക്കായും വേവിച്ച് വെച്ചു. തേങ്ങ വറുത്ത് അവിടെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു കേട്ടോ, അരച്ചില്ല. പിന്നെ രാവിലെ അതൊക്കെ ഇങ്ങനെ റെഡിയാക്കുക. തോരൻ ഞാൻ റെഡിയാക്കുകയാണ്. തോരൻ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച്, അപ്പോൾ പെട്ടെന്ന് രാവിലെ തോരനും കടായി. പിന്നെ സാമ്പാറിന് വേണ്ടിയിട്ട് എല്ലാം കൂടി അവിടെ വേവിക്കട്ടെ ചെയ്യുന്നത്. അപ്പം വേവിച്ച ശേഷം അത് വേവിക്കുന്ന സമയം കൊണ്ട് ഞാൻ പുട്ടിന് വേണ്ടിയിട്ട് കുഴക്കട്ടെ. ഇന്ന് ഗോതമ്പ് പുട്ടാണ്. ഗോതമ്പ് പുട്ടിന് വേറെ കറിയൊന്നും ആക്കുന്നില്ല. സാമ്പാറിലുകൊണ്ട് സാമ്പാർ കെട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ തോരനും ഉണ്ട്. അതുപോലെ തന്നെ സോയാബീൻ ഫ്രൈ ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. കുറേ ദിവസമായി സോയാബീൻ ഫ്രൈ ചോദിക്കുന്നത്. അപ്പം ഞാനത് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുട്ട് ഞാൻ ആവിക്ക് വെച്ച ശേഷം സാമ്പാർ ഇന്നലെ രാത്രിയെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വറുത്ത് വെച്ചത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അരച്ചെടുക്കാട്ടോ ചെയ്യുന്നത്. അതിനി ഇതിലേക്ക് നല്ലോണം തിളച്ച് കഴിഞ്ഞതിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് കടുക് പൊട്ടിച്ച് അതിൽ ഉള്ളി, തക്കാളി, അതുപോലെ തന്നെ വെണ്ടയ്ക്ക, പിന്നെ അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ, ക്യാരറ്റ്, അതൊക്കെ വഴറ്റിയ ശേഷം ഇതിലേക്ക് ആവശ്യമായ പൊടികളെല്ലാം ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് പരിപ്പ് വേവിച്ചതും മുരിങ്ങക്കായി ഒക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ വെള്ളം ഒഴിച്ച് പുളി പിഴിഞ്ഞൊഴിച്ച് തിളപ്പിച്ചിട്ടാട്ടോ അത് തിളച്ച ശേഷമാണ് അതിലേക്ക് വറുത്തരച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റായിട്ട് മല്ലിച്ചപ്പും പുതിനയിലയിലേക്ക് പുതിനയല്ല മല്ലിയില കേട്ടോ, മല്ലിയിലയും പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം സാമ്പാർ പൊടി ഞാൻ വറുത്തിട്ട് ലാസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ ഭയങ്കര രസമുണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നു. എന്നാലും കുഴപ്പമില്ല, സാമ്പാർ അവിടെ റെഡിയായി. പിന്നെ നമുക്ക് സ്നാക്സിന് വേണ്ടിയിട്ട് അപ്പം ദിയമോക്കും കുഞ്ഞുവിന് സ്നാക്സ് കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻറ്റ് പാൻ കേക്കിൻ്റെ ഇതാട്ടോ. ഇതിലേക്കൊരു 3/4 കപ്പ് പാലൊഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ 3/4 കപ്പ് പാലൊഴിച്ച് കൊടുത്തു. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നല്ല ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ ചെയ്യുന്നത്. തിരിച്ചും മറിച്ച് വിട്ടിട്ട് അങ്ങനെ വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇവർക്ക് സ്നാക്സ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ചൂട് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചായ ഇപ്പുറത്തുനിന്ന് റെഡി ആവുന്നുണ്ട്. അത് അമ്മ വെച്ചതാട്ടോ. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തു. അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഇടയിലാക്കുന്ന സമയത്ത് 2 പേർക്കും കൊണ്ടുപോകണം. അപ്പം ഞാൻ സോയാബീൻ ഇതുപോലെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ഫ്രയറിലാട്ടോ വെച്ച് കൊടുക്കുന്നത്. ഞാൻ ഒട്ടുമിക്ക ഫ്രൈ ചെയ്യാൻ എയർ ഫ്രയറിൽ വെച്ച് കൊടുത്ത് അങ്ങ് നേരെ പോയത് ദിയമോളെ ഡ്രസ്സ് ചെയ്യിപ്പിക്കാനും അതുപോലെ മുടി കെട്ടാനൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവൾ മുടി കെട്ടി ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ചായ കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് വേഗം അവളെ പരിപാടി ഒരുക്കി കഴിഞ്ഞ ശേഷം ഞാൻ റെഡിയാവാൻ പോയി. അങ്ങനെ ഞാൻ റെഡിയായി വന്ന് ചായയെല്ലാം കുടിച്ചു. അപ്പോഴേക്കും ലഞ്ച് ബോക്സ് ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ലഞ്ച് ബോക്സ് ഇതായിരുന്നു, സാമ്പാറൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ